ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമുക്കറിയാം ഇനി ഒരേ ഒരു ദിവസം ഫുള്ളായിട്ടില്ല. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ലോഞ്ച് എപ്പിസോഡാണ് നാളെ. അപ്പം നമ്മളെല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി അവർ പാർട്ടിസിപ്പൻസിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ ഇനിഷ്യൽ പെർഫോമൻസ് ഒക്കെ ഓൾറെഡി ഷൂട്ട് ചെയ്തു. അതുപോലെ ഇനിയിപ്പം ലാലേട്ടൻ്റെ ഷൂട്ട് വീടിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷൂട്ടൊക്കെ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് കൗണ്ട് ഡൗൺ പ്രൊമോ ഇന്ന് ലാസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് ഒരു ദിവസം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞ പ്രൊമോ. അതിൽ ലാലേട്ടൻ പറയുന്നത് ഈ കുപ്പി വെള്ളം ഒഴിക്കുന്ന ടാസ്ക് പോലുള്ള ടാസ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടാസ്ക് ടീമിൻ്റെ തലമണ്ടക്കിട്ട് കൊടുക്കുമെന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പം ബേസിക്കലി നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ജിജ്ഞാസയോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണിത്. കാരണം എല്ലാ ടൈപ്പ് കാർഡിനെ പറ്റിയൊക്കെ ഓൾറെഡി പല പ്രൊമോസിലും ഡിസ്കസ് ചെയ്തു. അപ്പം ഇതൊക്കെ അവർ ഒഴിവാക്കി നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണും കണ്ടിട്ട് നമുക്ക് നല്ലൊരു ഹാർഡായിട്ടുള്ള ടാസ്കൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. നല്ല മൈൻഡ് ടാസ്കുകളൊക്കെ കൊടുക്കണം. അതുപോലെ പല ടാസ്കുകളിലും സിറ്റുവേഷൻ അനുസരിച്ച് അവരും, അതായത് ടാസ്ക് ടീമും കുറച്ചും കൂടെ അപ്സ്കിൽ ചെയ്യണം. അതായത് വെച്ചാൽ അതിൻ്റെ ഡൈവേർട്ട് ചെയ്ത് വേണം, എന്നാലേ നമുക്കതൊരു കാണാൻ, അതായത് ഒരേപോലെ കണ്ടിന്യൂസ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അതൊരു സിറ്റുവേഷൻ അനുസരിച്ച് അവരൊന്ന് ഇത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കണ്ട് പല സീസണിലും കഥ പറച്ചിൽ ടാസ്ക്, കലോത്സവം ടാസ്ക്, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ ആൾക്കാരുടെ സ്വന്തം പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള ഒരു കഥ പറച്ചിൽ അത് ശരിക്കും ഒരു ബോറിങ് എന്ന് വെച്ചാൽ ഓക്കെ, അവരൊരു ആ ഒരു പേഴ്സൺ ഒരു ഗെയിമിലേക്ക് വരുവാണ്. അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ബർഡൻസോ പേഴ്സണൽ ഇമോഷൻസ് വെച്ചിട്ട് നമ്മൾ സീരിയലിൻ്റെ കഥ പറയുന്ന പോലെ പറയാതിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്കതൊരു ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ശരിയാണ്, പല വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അന്നേരം അത് വന്നിട്ട് ഒരു കഥ പറച്ചിൽ ഒരു ടാസ്ക് പോലെ പറയുന്നത് നമുക്കൊരു ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കലോത്സവം ടാസ്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സീസൺ 3 എത്ര കലോത്സവം ഉള്ള ടാസ്കുകളുണ്ടായിരുന്നു. അവർ ഭയങ്കര എൻ്റർടൈനിങ് ടീമായിരുന്നു സീസൺ 3 പക്ഷേ നമുക്കൊരു 1-2 ഒക്കെ കഴിഞ്ഞപ്പം തന്നെ ഒരു ബോറടിച്ചു തുടങ്ങി അല്ലേ. അപ്പോൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ആ സെയിം ടാസ്ക് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോറടി പോലെ വരും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് വൈസ് ഒക്കെ സീസൺ 1 ഭയങ്കര പക്കയായിരുന്നു. എന്ന് വെച്ചാൽ അടിപൊളി ടാസ്കുകളൊക്കെ സീസൺ 1 അതുപോലെ തന്നെ കുറേ സർവൈവൽ ടാസ്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ശ്വേതാമേനോനൊക്കെ ഒരു വീപ്പയ്ക്കുള്ളിൽ കയറിയിരിക്കുന്ന അനൂപും ഒക്കെ ഇരിക്കുന്നതൊക്കെ കുറേ നല്ല. അതുപോലെ തന്നെ അവർക്ക് വേറെ കുറേ ടാസ്കുകളുണ്ടായിരുന്നു, ഇങ്ങനെ കോയിൻസൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റാനുള്ള. പക്ഷേ അന്നാണ് സാബുമോനും രഞ്ജിനിയും അരിസ്റ്റോ സുരേഷും അനൂപും ഒക്കെ ഭയങ്കര രസം. ഇപ്പം അനൂപും സാവുമോനും ഒക്കെ ഭയങ്കര കട്ട ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഇടയ്ക്കാണെങ്കിൽ സാവുമോനെ ഇത് ചെയ്തിട്ട് ചതിച്ചിട്ടാണെങ്കിൽ അനൂപ് കോയിൻ തട്ടിയെടുക്കുന്നു. അങ്ങനെയൊക്കെ കുറേ ടാസ്കുകളൊക്കെ നല്ല നല്ല ഭംഗിയായിട്ടുള്ള ടാസ്ക്. പിന്നെ സീസൺ 4 വന്നു കഴിഞ്ഞാൽ സീസൺ 4 ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള ടാസ്ക്കായിരുന്നു. അതൊക്കെ നമുക്ക് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാനൊരു നല്ല കാണാനൊരു ഇഷ്ടമുള്ള ഒരു എപ്പിസോഡ്സ് ആയിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടാസ്കൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ നമ്മൾ പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷ ഉള്ളത്, ഇനിയിപ്പം കണ്ടസ്റ്റൻസ് വരും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പം ആ ഇഷ്ടം ഭയങ്കരമായിട്ട് കൂടി വന്നിട്ട് ഓപ്പോസിറ്റുള്ളവനെ എങ്ങനെയും ഒഴിവാക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് വരാം. അത് നമുക്കിഷ്ടമുള്ള ആരെ കണ്ടസ്റ്റൻ്റ് അവർക്ക് വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ യൂട്യൂബിൽ ധാരാളം എന്നെപ്പോലുള്ളതാണെങ്കിലും നല്ല റിവ്യൂവേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ
അവരുടെ വീഡിയോസൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ ചിലപ്പോൾ ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവരേതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിലേക്ക് ചെയ്യുമ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് കേട്ടിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു വോട്ടിംഗ് ഡിസിഷൻ അവരുടെ ഒരു റിവ്യൂ വെച്ചിട്ട് ഒരിക്കലും ചെയ്യല്ല. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും, നമുക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവർ കളിക്കുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ട് എനിക്കൊരു ഫേവറേറ്റ് ഉണ്ട്, ആ ഫേവറേറ്റിന് ഞാൻ വോട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ശരിക്കും റിവ്യൂവേഴ്സിൻ്റെ ശരിക്കും റിവ്യൂ കാണുക എന്ന് പറയുമ്പോൾ നമ്മളൊരു വേറൊരു പോയിന്റ് ഓഫ് വ്യൂ കൊണ്ട് കേൾക്കാൻ വേണ്ടിയുള്ള താല്പര്യം കൊണ്ട് കാണുക, അല്ലാതെ എൻ്റെ ഒരു വോട്ടിംഗ് ഡിസിഷനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. പിന്നെ ഒരു അപേക്ഷ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസിൻ്റെ പേഴ്സണൽ ലൈഫ് പുറത്ത് അവരെങ്ങനെയാണോ എങ്ങനെ ആയിക്കോട്ടെ, നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു കണ്ണോടുകൂടി അവരുടെ അകത്തുള്ള ഗെയിമിങ്ങിനെ ഒരിക്കലും അത് ചെയ്യൽ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ജാസ്മിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഹൈജീനെ പറ്റി അത് ആവശ്യമില്ലാത്ത കുറച്ച് കണ്ടൻറ്റിലേക്ക് അത് പോകും. അങ്ങനെ പോവാതെ അവരുടെ ഗെയിമിനെ ഗെയിമായിട്ട് കാണുക, അവരുടെ പേഴ്സണൽ ഹൈജീൻ അത് അവരുടെ വീട്ടുകാർ നോക്കിക്കോളും, നമ്മളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരുടെ ഗെയിം അവരെങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ കണ്ടിട്ട് അത് വിലയിരുത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് വോട്ട് ചെയ്യേണ്ടതെന്ന്. അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒത്തിരി അവരുടെ വീട്ടുകാരെ ഓൺലൈൻ മീഡിയാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി അവരുടെ വീട്ടുകാരെ ഇൻ്റർവ്യൂ എടുക്കുന്നത്, പക്ഷേ ഈ വീട്ടുകാരെ ഇൻ്റർവ്യൂ എടുക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ അത് നമ്മളുടെ ഒരു വോട്ടിംഗ് ഡിസിഷൻ അവർ പേഴ്സണൽ ലൈഫ് ഒരിക്കലും ഒരു ഫാക്ടറായിട്ട് വരില്ലെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബിഗ് ബോസ് ഒരു ലോഞ്ച് എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ശരിക്കും പറഞ്ഞാലുള്ള ഒരു അപേക്ഷ നമ്മുടെ ഓഡിയൻസിനോടുള്ളത്. അപ്പം ഞാനും ക്യൂരിയസ് ആണ്, നിങ്ങളും ക്യൂരിയസ് ആണ്, എന്താണ് ഏതൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രഡിഷൻ ലിസ്റ്റിൽ നിന്നുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട്, അല്ലാതെയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, അത് ഫൈനൽ റിവീലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അവരെങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നതെന്ന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ വന്ന പ്രമോ എല്ലാം അടിപൊളി പ്രമോസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വിചാരിക്കാം ഈ പ്രാവശ്യത്തെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഈ സീസൺ എന്ന് പറയുന്ന ഒരു അടിപൊളി സീസൺ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ടാസ്കുകളൊക്കെ ഉണ്ടാവും, നല്ല സ്റ്റേണായിട്ടുള്ള അവരുടെ പ്രോഗ്രാം കമ്മിറ്റി അതുപോലെ തന്നെ ലാലേട്ടനും എല്ലാം നല്ല സ്റ്റേണായിട്ട് നിന്ന് അവരെ പക്കയായിട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം അങ്ങനൊരു പുതിയ സീസണിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുക. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടെയുള്ളൂ നമ്മളുടെ ഗ്രാൻഡ് ലോഞ്ചിന് വേണ്ടി. അപ്പം നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു പുതിയ ചാനലാണ്, അപ്പോൾ അത് കാരണം ആദ്യം വ്യൂസൊക്കെ വരുന്നുണ്ട്, പക്ഷേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ കുറവ്. അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി. അപ്പം നമുക്ക് നാളെ അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.